ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മീഡിയം വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് എടുത്തേക്കുന്നത്. ഇനി ഇത് തിളച്ച വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി കോളിഫ്ലവർ ഫ്രൈക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പില, പച്ചമുളക്, ചെറുനാരങ്ങ ഇതിൽ നിന്ന് മാറ്റി വെച്ച് ബാക്കിയുള്ളതെല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ടേ ചേർക്കാവൂ, ഒന്നായിട്ട് ഒഴിക്കരുത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അധികം തിക്കാവേണ്ട, എന്നാൽ അധികം ലൂസാവുകയും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് നിർത്തി കൊടുക്കാം. ഇനി നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണേലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയാണ് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ നേരത്താണ് നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറിവേപ്പിലേൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ മേലെ സവാള കൊത്തി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം. അതുവരെ ബൈ.